ശരിയാണ് സാർ, വളരെ വ്യക്തമാണ്. എന്തായാലും വളരെ നന്ദി. ബ്രിഗേഡിയർ മോഹനപിള്ള സാറാണ് നമ്മോട് സംസാരിച്ചത്. നയതന്ത്രമായൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ പോസിബിൾ അല്ല, അല്ലെങ്കിൽ അത്തരമൊരു ഇടപെടൽ, നയതന്ത്ര ഇടപെടൽ ഇക്കാര്യത്തിൽ നടക്കാൻ കാരണം നയതന്ത്രമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ എടുക്കുന്ന നിലപാടുകൾ പോലും ചിലപ്പോൾ ഈ ഘട്ടത്തിൽ ഈ യുദ്ധം ഏത് അവസ്ഥയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ വളരെ നിർണായകമാണ്. ഏതായാലും ഇസ്രയേൽ ഇറാൻ ഏറ്റുമുട്ടൽ ശക്തമായി തന്നെ തുടരുകയാണ്. ഇറാനിലെ എണ്ണപ്പാടം ഇസ്രയേൽ ആക്രമിച്ചിരിക്കുകയാണ്. പ്രത്യാക്രമണങ്ങളുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. വിദേശകാര്യ മാധ്യമപ്രവർത്തകൻ വിദഗ്ധൻ ശ്രീ PM നാരായണൻ ചേരുന്നു നമ്മോടൊപ്പം. സർ നമസ്കാരം. ഈ ഇസ്രയേൽ ഇറാൻ യുദ്ധം, ആ സാഹചര്യം നമ്മൾ പലപ്പോഴും പല ആംഗിളുകളിൽ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റിപ്പോർട്ട് കാണാനിടയായത് ഈ ഒരുപാട് വർഷങ്ങളായുള്ള ഇവരുടെ പ്രശ്നങ്ങളാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടി സംസാരിച്ചു. പക്ഷേ സൈനികമായി അടക്കം ഒരു കാലത്ത് സഹകരിച്ചിരുന്ന രണ്ട് രാജ്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ 1980 ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷമാണോ അതിലൊരു അല്ലെങ്കിൽ ഒരു ഇട വന്ന ഒരു സാഹചര്യം? ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു 10-30 വർഷത്തിനുള്ളിൽ വന്ന മാറ്റങ്ങളാണിത്. ഇസ്രായേൽ ഉണ്ടായതിനു ശേഷം ആദ്യമായി ഇസ്രായേലിനെ അംഗീകരിച്ച രണ്ടാമത്തെ രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ. അതെന്ന് വെച്ചാൽ ആ കാലത്ത് ഇസ്രായേലുമായി സൗഹൃദത്തിലായിരുന്ന ഇറാൻ പിന്നീട് ക്രമേണ അകലുകയാണ് ഉണ്ടായത്. അത് ആയത്തുള്ള ഖുമൈനിയുടെ വരവോടുകൂടിയാണ് അത് സംഭവിക്കുന്നത്. വലിയ രീതിയിലുള്ള ഇസ്ലാമികവൽക്കരണം ഇറാനിൽ നടക്കുകയും അത് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലുള്ള വിള്ളലുകൾക്ക് വിടവ് സൃഷ്ടിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുത. പക്ഷെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം എന്നത് മറ്റൊരു തരത്തിലാണ് നമ്മൾ കാണേണ്ടത്. ലോകം വലിയ രീതിയിലുള്ള ഒരു യുദ്ധ ഭീഷണിയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രണ്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം, അതുപോലെ ഇറാൻ ഇസ്രായേൽ. ഇതിന് രണ്ട് ഭാഗത്തും ഒരു സൈഡിൽ നിൽക്കുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളാണ്. അപ്പം വെസ്റ്റേൺ രാജ്യങ്ങളുടെ പടിഞ്ഞാറൻ രാജ്യങ്ങളെന്ന് യൂറോപ്പും അമേരിക്കയുമാണ് ഈ രണ്ട് യുദ്ധങ്ങൾക്കും ഒരു ഭാഗത്ത് നിൽക്കുന്നത്. അപ്പൊ ഉക്രൈനിന് സഹായം നൽകുന്നത് യൂറോപ്പും അമേരിക്കയുമാണ്. അതേപോലെ ഇസ്രായേലിനും സഹായം നൽകുന്നത് യൂറോപ്പും അമേരിക്കയും തന്നെയാണ്. പക്ഷെ ഈ രണ്ട് യുദ്ധങ്ങളിലും ഇവർക്കുടെ നിലപാട് നേരെ വിരുദ്ധമാണെന്നുള്ളതാണ് ഒരു വസ്തുത. എന്ന് വെച്ചാൽ റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൽ അത് ഈ അക്രമകാരിയുടെ കൂടെ, അതായത് റഷ്യയുടെ എതിരെയാണെങ്കിൽ ഇവിടെ ഇസ്രായേലിന്റെ സൈഡിലാണെങ്കിൽ ഇസ്രായേലിന്റെ കൂടെയാണ് നിൽക്കുന്നത്. അതൊരു തരത്തിലുള്ള വിരോധാഭാസമായി നമുക്ക് കാണാം. പക്ഷെ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും വലിയ സംഗതി, ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ വലിയ രീതിയിലുള്ള റീജിയണൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് വഴി തെളിയിക്കാം എന്നുള്ള ഒരു വസ്തുത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേൽ പറയുന്നുണ്ട് ഇറാനിലെ ജനതയോടല്ല, ഇറാനിലെ സാധാരണക്കാരോടല്ല യുദ്ധം, ഇറാനിലെ ഭരണകൂടത്തോടാണ്. സാധാരണ ജനങ്ങളോട് ഈ അവസരത്തിൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ നിലപാടെടുക്കണമെന്നുള്ള ആഹ്വാനങ്ങളെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നുണ്ടെങ്കിൽ പോലും അതിനനുസരിച്ചുള്ള പ്രതികരണമൊന്നും ഇറാനിൽ നിന്ന് ഉണ്ടാവുന്നില്ല. ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇറാനിന്റെ ഇന്നത്തെ സാഹചര്യം എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം സാമ്പത്തികമായും മറ്റു തരത്തിലും വലിയ രീതിയിൽ തളർന്നിരിക്കുന്ന ഒരു ഇറാനോടാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ് വെസ്റ്റ് ഏഷ്യയിൽ ചുരുളഴിയുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് ഈ യൂറോപ്യൻ സപ്പോർട്ട് അല്ലെങ്കിൽ അമേരിക്കൻ സപ്പോർട്ട് ഇല്ലാതെ ഇസ്രായേലിന് ഇറാനെ ഈ രീതിയിൽ പ്രതിരോധിച്ച് നിർത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾക്കും, ഇസ്രായേലിനും ഉക്രൈനും ഒരേ സമയത്ത് ഒരേ രീതിയിൽ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതും സംശയമാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഏക പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം വലിയ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. കാരണം ഇറാന്റെ ആയുധത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇറാന്റെ പ്രോക്സികളിൽ, അതായത് പ്രോക്സി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിച്ചത് ഹൂതി, ഹിസ്ബുള്ള എന്നുള്ള ഈ 3 പ്രോക്സികളെല്ലാം ഒരു തരത്തിൽ നിർവീര്യമായിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം വലിയ രീതിയിൽ കത്തിപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. കാരണം യൂറോപ്പിനും ലോകത്തിനും ഇത്തരമൊരു യുദ്ധം ഇപ്പോൾ താങ്ങാൻ ആവുന്ന സാഹചര്യമല്ല നിലനിൽക്കുന്നത്.
ഇറാൻ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ടുകൾ വന്നതാണ്. ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം ഇറാൻ ശേഖരിച്ചതായ അതിൻ്റെ ഒരു ആശങ്ക ഇസ്രായേലിൽ ഉണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ആണവ യുദ്ധ മത്സരത്തിലേക്കൊക്കെ പോകാൻ ഒരു സാഹചര്യമുണ്ടോ, അതോ അതൊരു വെറും റിപ്പോർട്ട് മാത്രമാണോ? ഈ ആണവ ആയുധങ്ങൾ ഇറാന്റെ കയ്യിലുണ്ട് എന്നുള്ളത് വളരെ കാലമായി ഉള്ള ഒരു പരാതിയാണ്. ഇസ്രായേലിന്റെയും അല്ലെങ്കിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെയും പരാതിയാണ്. ഈ ആണവ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തക്ക രീതിയിൽ ഇതിനെ ശുദ്ധീകരിച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ യുറേനിയം ശുദ്ധീകരിച്ചെടുക്കുന്നത് ഒരൊറ്റ ആർഗ്യുമെന്റിന്റെ മേലെയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളും ഇസ്രായേലും ഇപ്പോൾ ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ടുള്ളത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല, കാരണം അത് രഹസ്യമായി നടക്കുന്ന കാര്യങ്ങളാണെന്നെല്ലാം. ഇതേ രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. കാരണം ഇറാഖിലേക്ക് അമേരിക്ക ഇടിച്ചു കയറിയത് ഇത്തരത്തിലുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അവരുടെ കയ്യിലുണ്ട് എന്നുള്ള ഒരു ആർഗ്യുമെന്റിലായിരുന്നു. പക്ഷേ 3 വർഷം യുദ്ധം ചെയ്തതിനു ശേഷം അത്തരത്തിലുള്ള ആയുധങ്ങളൊന്നും ആവാതെ തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആണവായുധം എന്നുള്ളത് ഒരു കവറായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഉപയോഗിക്കുന്നത്. ആണവായുധ ഭീഷണി അല്ലെങ്കിൽ ഈ യുറേനിയം ശുദ്ധീകരിച്ച 90% യുറേനിയം ശുദ്ധീകരിച്ച ഇതുണ്ട് എന്നുള്ളത് ഒരു കവറായി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഏകദേശം അല്പം വീക്കായി അല്ലെങ്കിൽ ക്ഷീണിതനായി നിൽക്കുന്ന ഇറാനെ വരുതിയിൽ നിർത്താനുള്ള ഒരു ശ്രമമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. കാരണം അവരുടെ പ്രോക്സികളെല്ലാം തളർന്നിരിക്കുകയാണ്. ഹൂതി, ഹിസ്ബുള്ള, അതേപോലെ ഹമാസ് എല്ലാം തളർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇറാന്റെ തന്നെ സാമ്പത്തിക രംഗം വളരെ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിലത്തെ നേതൃത്വം വളരെ പ്രതിസന്ധിയിലാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് അവിടെ തന്നെ ജനങ്ങൾ വലിയ രീതിയിൽ ഇറാൻ ഭരണകൂടത്തിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്ത്രീകളടക്കമുള്ളവർ വലിയ പ്രക്ഷോഭങ്ങൾ ഇറാനുണ്ടായിരുന്നു. ഇത്തരത്തിൽ രാജ്യത്തിനകത്ത് നിൽക്കുന്ന ഇറാൻ എന്ന രാജ്യത്തിനകത്ത് നിൽക്കുന്ന ചില പ്രതിസന്ധികളെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിച്ചുകൊണ്ട് ചിരകാല ശത്രുവിനെ ഒന്ന് അടിച്ചൊതുക്കാം എന്ന ധാരണയ്ക്ക് പുറത്താണ് ഇസ്രായേൽ ഇപ്പോൾ ഇതുമായി മുന്നോട്ട് നീങ്ങിയിരിക്കുന്നത്. അതിന് ഒരു മറയായിട്ടായിരിക്കാം പലപ്പോഴും ഈ ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതിയെ ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.